വിവോയുടെ നെക്സ് 3 എന്നുള്ള ഫോൺ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഈ ഫോണിൽ നമുക്ക് ഏകദേശം 99.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ നെക്സ് 3യുടെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തിരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വിവോ നെക്സ് 3 വരുന്നത് 6.89 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കമ്പനി വാട്ടർഫോൾ ഡിസ്പ്ലേ എന്ന് വിളിക്കുന്ന ഒരു ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് എന്നുള്ളതാണ്. ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഒരു കേർഡ് ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഏകദേശം 85 ഡിഗ്രിയോളം കർവ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ബെസൽസ് ഒന്നും തന്നെ കാണാൻ കഴിയില്ല. പിന്നെ ഫോണിൻ്റെ മുകളിലും താഴെയും വളരെ ചെറിയ ബെസൽസ് വരുന്നുണ്ട്. പോപ്പപ്പ് സെൽഫി ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ നോച്ചും കാര്യങ്ങളൊന്നുമില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ ഏകദേശം 99.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഇതായിരിക്കും. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ HDR10ഉം അമോലെഡ് ഡിസ്പ്ലേയും കൂടി ആകുമ്പം വളരെ മികച്ചൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ നമുക്ക് സാധാരണ ഫോണുകളിൽ കാണുന്ന പോലെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടനും അതുപോലെ തന്നെ പവർ ബട്ടനൊന്നും കാണാൻ കഴിയില്ല. പകരം പ്രഷർ സെൻസിറ്റീവ് കീ ആണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി, നമുക്ക് സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും അതുപോലെ തന്നെ ഫോൺ ലോക്ക് ചെയ്യുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ആ ഒരു ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പം ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഫോണിൻ്റെ മുകൾ ഭാഗത്ത് മറ്റൊരു പവർ ബട്ടണും കൂടി വരുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ബാക്ക് കവറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇനി പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 855+ എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് വരുന്നുണ്ട്. 5G സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർഷനും പിന്നെ 5G സപ്പോർട്ട് ചെയ്യാത്ത 4G മാത്രം സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വെർഷനും. 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷനിൽ സ്നാപ്ഡ്രാഗൺ 855+ എന്ന പ്രോസസ്സറിൻ്റെ കൂടെ X50 മോഡം കൂടി കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ട് ചെയ്യിപ്പിക്കാനാണ് ഇത്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ നമുക്ക് 8GB റാമാണ് ലഭിക്കുന്നത്. 12GB റാമുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും കൂടി വരുന്നുണ്ട്. 8GB റാമിൻ്റെ കൂടെ ഒരു വെർഷനിൽ നമുക്ക് 128GB ഇൻറ്റേർണലും മറ്റൊരു വെർഷനിൽ 256GB ഇൻറ്റേർണലുമാണ് ലഭിക്കുന്നത്. പിന്നെ 12GB റാമിൻ്റെ കൂടെ നമുക്ക് 512GB ഇൻറ്റേർണലാണ് ലഭിക്കുന്നത്. UFS 3.0 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. ഫോൺ പെട്ടെന്നൊന്നും ഹീറ്റ് ആവാതിരിക്കാനാണ് ഈ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. അതിൽ തന്നെ മെയിൻ സെൻസർ വരുന്നത് 64 മെഗാ പിക്സലുമായിട്ടാണ്. സാംസങ് ISOCELL GW1ൻ്റെ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. f1.7 അപ്പർച്ചറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 13 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120 ഡിഗ്രിയാണ്. പിന്നെ 13 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇതുവഴി 2x ഒപ്റ്റിക്കൽ സൂം സാധ്യമാണ്. അതുപോലെ തന്നെ 10x ഡിജിറ്റൽ സൂമും സാധ്യമാണ്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഫോണിൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്യുവൽ വയർലെസ് LAN ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതുവഴി നമുക്ക് 2 വൈഫൈ ഒരേ സമയം ഈ ഫോണിലോട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതുമാത്രമല്ല 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററി പെർഫോമൻസ് ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് CDRX പവർ സേവിങ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഇതുവരെ ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനയിൽ മാത്രമാണ് ഈ ഫോൺ അനൗൺസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫോൺ എന്ന് ഇന്ത്യയിൽ റിലീസാവുമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോണിൻ്റെ വിലയെ പറ്റി പറയുകയാണെങ്കിൽ 4G മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 50,600 രൂപയും 5G സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ്റെ വില വരുന്നത് ഏകദേശം 57,700 രൂപയുമാണ്.